എന്താണ് നിങ്ങളെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ അനുകൂലിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചിട്ട്, അതായത് രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെയായിട്ടാണ് വിമർശനം. പക്ഷേ അവധാനതയോടെ കാര്യങ്ങൾ പറയണം എന്നുള്ള രീതിയിലാണ്, പൂർണ്ണമായും വെള്ളാപ്പള്ളിയെ എൻഡോസ് ചെയ്യുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. ഇതിനെക്കുറിച്ച് എന്ത്? അല്ല, കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ കേട്ട ഒരു പ്രസ്താവനയാണല്ലോ അത്. കേരളത്തിലെ ജനങ്ങൾക്ക് ആ കേട്ട പ്രസ്താവനയെക്കുറിച്ച് പിന്നെ ഒരു വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം പ്രസ്താവന എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരു രാജ്യം, അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണല്ലോ. അല്ലാതെ ഒരു പാർട്ടി എന്ന് ആ പ്രസ്താവനയിലേ ഇല്ല. അത് തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങ പറിക്കാൻ നോക്കിയിട്ട് ആൾ കണ്ടപ്പോൾ അപ്പുറത്തെ പറമ്പിൽ കുറുന്തോട്ടിയുണ്ടോ എന്ന് നോക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ, അതുപോലൊരു കഥയാണ്. ആ പ്രസ്താവന പൊതുസമൂഹം ഏറ്റെടുത്തില്ല, തള്ളിക്കളഞ്ഞു, വളരെ മോശമായിപ്പോയി എന്ന് വന്നപ്പോൾ, അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കേരളത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും എന്ന് നമ്മൾ കരുതേണ്ടതല്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. സംഗതി നേരെ മറിച്ചാണ്. പറഞ്ഞത് കേരളത്തിലാണ്, കേരളത്തിലെ ജനം കേൾക്കുകയും ചെയ്തു. ഇനി അതിന് വ്യാഖ്യാനം കൊണ്ടൊന്നും വേറൊന്നും വരില്ല. പിന്നെ ഒരു പാർട്ടിയെക്കുറിച്ച് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ മനസ്സിലാക്കണമല്ലോ അത് ലീഗിനെ കുറിച്ചാണ് എന്നുള്ളത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ, വ്യക്തമാക്കാൻ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല, ഒന്നിൻ്റെയും ആവശ്യമില്ല. അത് അതിൻ്റെ ചരിത്രം മാത്രം മതി. മതേതരത്വം ടെസ്റ്റ് ചെയ്ത സന്ദർഭങ്ങളിലൊക്കെ ലീഗ് അത് കാണിച്ചിട്ടുണ്ട്. കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എല്ലാവരും കോംപ്രമൈസ് ചെയ്തപ്പോഴും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇപ്പോൾ മുൻപോക്കെ ഉണ്ടല്ലോ, എല്ലാവരും കോംപ്രമൈസ് ചെയ്തേക്കാം, പക്ഷേ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. ഞങ്ങൾക്ക് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടാതെ നോക്കണം, അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ്, ലീഗിനൊരു മതേതര സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ലീഗിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് കേട്ടാൽ വരണ്ടു പോകുന്ന ഒരു സംഘടനയല്ല ലീഗ്. ഇതിലിപ്പോൾ മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു വർഗീയ നടത്തുന്ന ഒരാൾ നടത്തുകയാണെങ്കിൽ, പരാമർശം നടത്തുകയാണെങ്കിൽ അതിനെതിരെ രംഗത്ത് വരേണ്ട ആളാണ് ഭരണാധികാരികൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ആ ബോധ്യം ജനങ്ങൾക്കുണ്ട്. അത് ഒട്ടും ന്യായീകരിക്കപ്പെടേണ്ട ഒരു പ്രസ്താവനയല്ല. എത്ര അത് ഇനി ലഘൂകരിക്കാൻ ശ്രമിച്ചാലും, അതിന് വെള്ളപൂശാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. കേരള സമൂഹം അപ്പാടെ തള്ളിക്കളഞ്ഞ ഒരു പ്രസ്താവനയാണ് അത്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതിന് എത്ര കുറച്ച് സംസാരിക്കുന്നു അത്രയും നല്ലത്. സംസാരിക്കുന്നവൻ അതുകൊണ്ട് മോശമാവുകയുള്ളൂ. അതുകൊണ്ട് പിന്നെ മുഖ്യമന്ത്രി ആ പ്രസ്താവനയെ കുറിച്ച് അത്തരത്തിൽ പറയേണ്ടതായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പറയേണ്ടായിരുന്നു. ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ചിലർ മുതലെടുക്കുന്നു എന്ന് സമസ്ത അവരുടെ മുഖപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അടക്കം ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത്. പ്രതിഷേധം അത്തരത്തിൽ നടത്തുമ്പോൾ പലരുടെ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നു അവിടെ പ്രതിഷേധത്തിൽ നിന്നാണ്. അല്ല, അതിൽ മതേതര നിലപാടിൽ വെള്ളം ചേർക്കുന്ന ഒരു നിലപാട് ആരെടുത്താലും ലീഗ് അതിനെ സപ്പോർട്ട് ചെയ്യൂല. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഖഫിനെ ഞങ്ങൾ കാണുന്നത് ഒരു ദേശീയ പ്രശ്നമായിട്ടാണ്. 16-ാം തീയതി ഞങ്ങളെ റാലിയുണ്ട്. തീർത്തും സമാധാനപരമായിരിക്കും കോഴിക്കോട്ട്. അതുപോലെ തന്നെ അവിടെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ വഖഫ് സംരക്ഷണത്തെക്കുറിച്ചും ഇന്ത്യയിലെ മതേതരത്വം നിലനിർത്തേണ്ടതിനെക്കുറിച്ചും ആയിരിക്കും. നമുക്കറിയാലോ, ഇപ്പോൾ ഈ സമയത്ത് ഇന്ത്യ രാജ്യത്ത് വെറുപ്പിൻ്റെ പ്രചാരകർ ഞങ്ങളല്ല. വെറുപ്പിൻ്റെ പ്രചാരകർ ഇവിടുത്തെ പിന്നെ വർഗീയവാദികളാണ്. ഇവിടെ ഫാസിസം വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പോൾ വെറുപ്പിൻ്റെ പ്രചരണം ഏത് ഭാഗത്തുണ്ടായാലും ഞങ്ങൾ അതിനെ അനുകൂലിക്കൂല. അതിപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ മതേതരത്വം ടെസ്റ്റ് ചെയ്യേണ്ട സമയത്തൊക്കെ ഞങ്ങളത് തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ മതേതരപാതയിൽ ഉറച്ചു നിൽക്കും. ആർക്കും ഈ വഖഫ് ഇഷ്യൂ
ഒരു എന്താ പറയുക വർഗീയമായി മുതലെടുക്കാനുള്ള അവസരമാക്കി കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഈ നിരോധിക്കപ്പെട്ട സംഘടനയുടെ നേതാക്കന്മാരുടെ ചിത്രങ്ങളൊക്കെ ഉയർത്തിയാണ് സോളിഡാരിറ്റി കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിലേക്ക് മാർച്ച് നടത്തിയത്. അപ്പോൾ ആ മാർച്ചുമായി ബന്ധപ്പെട്ട എന്താണ്? അല്ല, ഞാനിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സംഘടനയുടെ മാർച്ചിനെ പറ്റി അഭിപ്രായം പറയേണ്ട ആളല്ലല്ലോ. അല്ല, അതെ ഇപ്പോൾ നമ്മുടെ വിഷയം ഇതാണ്. പിന്നെ വെറുപ്പിൻ്റെ പ്രചാരകർ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇപ്പുറത്തുള്ളവർ വെറുപ്പിൻ്റെ പ്രചാരകരായാൽ ആരായാലും ഞങ്ങൾ യോജിക്കൂല. അല്ലാതെ പ്രത്യേക പ്രകടനത്തെയും പൊതുയോഗത്തെയും കുറിച്ച് ഞാൻ നോക്കിയിട്ട് പറയാം.